നമസ്കാരം. കഠിനമായ ശത്രുദോഷമാണോ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ശത്രുദോഷമുണ്ട്. നമ്മളതിന് പല പരിഹാരങ്ങളും നമ്മൾ പറയാറുണ്ട്. സുദർശന ഹോമം, വലിയ സുദർശന ഹോമം, ചെറിയ സുദർശന ഹോമം, ബഹളാമുഖി, പ്രത്യങ്കിരിയൊക്കെ. പക്ഷേ ഏറ്റവും വലിയ ശത്രുദോഷത്തെ, കഠിനമായ ശത്രുദോഷത്തെ നമുക്ക് തടയിടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മൂർത്തിയാണ് ബഹളാമുഖി. ബഹളാമുഖി ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശത്രുദോഷമൊക്കെ മാറും. ബഹള എന്ന ബലഗ അല്ലെങ്കിൽ വലഗ എന്ന വാക്കിന് രൂപാന്തരീകരണം സംഭവിച്ചതാണ് ബഹളാമുഖി എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചുണ്ടാകുന്ന വാക്കാണ്. ശക്തിയുള്ളവൾ അല്ലെങ്കിൽ ശക്തമായ കര ഉള്ളവൾ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ശക്തി സൂചിപ്പിക്കുന്നു എന്നാണ്. അതായത് അത്രയും ശത്രുവിനെ തോൽപ്പിക്കാൻ ശക്തിയുള്ളവൾ എന്നാണ് ബഹള എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. സംസാരം നിർത്തുന്ന, അതായത് നമുക്കെതിരെയായിട്ട് നമ്മളുടെ ശത്രു നമുക്കെതിരെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വാക്ക് സ്തംഭിപ്പിക്കുന്നവളാണ്. ശക്തിയുടെ വാഹകയാണ്. ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പ്രവഹിക്കുക അവളുടെ ആ ശക്തി. അത് നമ്മൾക്കെതിരെയുള്ള ശത്രുവിനെ ആ ഒരു സ്തംഭിപ്പിച്ച് നമ്മളോടുള്ള ശല്യം ഇല്ലാണ്ടാക്കുന്നു. ശക്തിയുടെ വാഹകയാണ് ബഹളാമുഖി. വാചാലിനെ നിശബ്ദനാക്കും, രാജാവിനെ ഭിക്ഷക്കാരനാക്കും, കടുത്ത എതിർപ്പിനെ അനുകൂലമാക്കി മാറ്റാനും അതുപോലെ തന്നെ ക്രോധത്തെ സൗമ്യതയാക്കാനും ദുർഗുണത്തെയും ദുർവാസനകളെയും ഒക്കെ സദ്ഗുണ സമ്പന്നയാക്കി തീർക്കുന്നതിനുമൊക്കെ അമ്മയ്ക്ക്, ഈ ബഹളാമുഖിക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. ബഹളാമുഖി പ്രസാദിക്കുന്നത് കൊണ്ട് ശത്രുദോഷം, ആഭിചാരദോഷമൊക്കെ പൂർണ്ണമായിട്ട് മാറും. ബഹളാമുഖിയെ ഇപ്പോൾ ശത്രുദോഷം ഉണ്ടെങ്കിൽ ബഹളാമുഖി ഹോമം ചെയ്തു കഴിഞ്ഞാൽ ബഹളാമുഖി ആ ശത്രുവിനെ പാടെ നിഷ്കാസനം ചെയ്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ദോഷങ്ങൾ, ആഭിചാരദോഷമാവട്ടെ ശത്രുദോഷമാവട്ടെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. തൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രയാണത്തിനും തടസ്സമായിട്ട് ശത്രു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ആരാണോ, പ്രതിബന്ധം എന്താണോ, അതിനെ തച്ചുടച്ച് മുന്നേറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മത്സരങ്ങളിൽ വിജയം കൈവരിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നതാണ് ബഹളാമുഖി എന്ന് പറയുന്നത്. ബഹളാമുഖിയെ മന്ത്രം കൊണ്ടും ഹോമം കൊണ്ടും യന്ത്രം ധരിച്ചുമൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ബഹളാമുഖി ഹോമം ചെയ്തു കഴിഞ്ഞാൽ ആരാണോ നമ്മൾക്കെതിരെ വരുന്ന ശത്രുക്കൾ അവരെ നമുക്ക് നിഷ്കാസനം ചെയ്യാം. അതുപോലെ തന്നെ ആ ജപം, പിന്നെ അതുപോലെ തന്നെ ഗുരുവിൽ നിന്ന് തീർച്ചയായിട്ട് ബഹളാമുഖി മന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ നമുക്ക് യന്ത്രം ധരിക്കാം. ബഹളാമുഖി യന്ത്രമൊക്കെ ധരിച്ച ശത്രുക്കളുടെ ശല്യമൊക്കെ കുറഞ്ഞിരിക്കും. ഇവയെല്ലാം അതിസൂചമായിട്ട് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ശക്തമായിട്ട് തന്നെ ശത്രുവിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു മൂർത്തിയാണ് ബഹളാമുഖി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ശനിദോഷം എന്ത് ദോഷം ബാധിച്ചാലും, ശത്രുദോഷം ബാധിച്ചാലും ആഭിചാരദോഷം ബാധിച്ചാലും ഒക്കെ നമുക്ക് ബഹളാമുഖിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദോഷങ്ങൾ മാറ്റാനായിട്ട് പറ്റും.